നമ്മുടെ ഒരു എക്സാമിന്റെ ഡേറ്റ് ഒക്കെ ഏകദേശം എപ്പോഴായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ 3 കാറ്റഗറി എക്സാമിനെ കുറിച്ചും അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹായ്, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഒരു വർഷം നമുക്ക് 2 എക്സാംസ് ആണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാങ്ക് എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ബാങ്ക് എക്സാംസിൽ തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ പോസ്റ്റിലേക്കുള്ള എക്സാംസിനെ വിളിക്കുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഒരുപാട് ഡ്രീമാണ് RBIയിൽ ജോലി കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പ് ലെവൽ എക്സാംസിൽ RBI വിളിക്കുന്ന 2 എക്സാംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് RBIയുടെ അസിസ്റ്റന്റ് പോസ്റ്റും അതേപോലെ തന്നെ RBIയുടെ ഗ്രേഡ് ബിയുടെ എക്സാമിന് വേണ്ടി. അപ്പോൾ ഈ ഒരു RBIയുടെ അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RBIയുടെ ഗ്രേഡ് ബി ഓഫീസർ സ്കെയിൽ ആ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 2 എക്സാംസിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കറിയാം, ബാങ്കുകളുടെ ബാങ്കാണ് RBI എന്ന് പറയുന്നത്. സോ ഏറ്റവും ടോപ്പ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയുടെ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു എന്താ പറയുക, സാധാരണ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ ഒരാൾക്ക് നമ്മുടെ റിസർവ് ബാങ്കിലേക്ക് എത്തിച്ചേരാനുള്ള 2 വഴികളാണ് നമ്മുടെ ഈ പറയുന്ന 2 എക്സാംസ് എന്ന് പറയുന്നത്, RBI അസിസ്റ്റന്റ് ആൻഡ് RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. ഇനി RBI അസിസ്റ്റന്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് RBI ഗ്രേഡ് ബി എക്സാമിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു ഫ്യൂച്ചറിൽ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ എത്തിച്ചേരണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണ്, ബാങ്ക് എക്സാംസിന് വേണ്ടി ഇപ്പം റീസെന്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണ്, ഓർ ഇനി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു എക്സാംസിനെ കുറിച്ച് നല്ലപോലെ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്, ലൈക്ക് അതിന്റെ സിലബസ് എന്താണ്, എക്സാമിന്റെ പാറ്റേൺ എന്താണ്, ഇത് എക്സാം ഏകദേശം ഏത് സമയത്താണ് നടക്കുന്നത്, എത്രത്തോളം വേക്കൻസീസ് ഉണ്ട്, എന്താണ് ഇതിന്റെ ഒരു സാലറി, ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതിന്റെ സാലറി തന്നെയാണ്. നമ്മുടെ ബാങ്ക് എക്സാംസ് തന്നെ ഏറ്റവും നല്ല ഒരു സാലറി ഉള്ള പോസ്റ്റാണ് ഈ RBI ഗ്രേഡ് ബി ഓഫീസേഴ്സ് പോസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു സാലറി എന്താണ് ആൻഡ് ഫ്യൂച്ചർ ഗ്രോത്ത് എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പം ബാങ്ക് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർ, നമുക്കറിയാം ഒരുപാട് എക്സാംസ് ബാങ്ക് എക്സാംസിൽ ഉണ്ടെങ്കിലും ഒരു വർഷം നമുക്ക് ഏകദേശം ഒരു 20ഓളം എക്സാംസ് ആണ് നമ്മുടെ ബാങ്ക് എക്സാംസിലേക്ക് വരുമ്പോൾ വിളിക്കുന്നത്. ഇൻഷുറൻസും ബാങ്ക് എക്സാംസും അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 20+ എക്സാംസോളം ആണ് വിളിക്കുന്നത്. ഒരു വർഷം ഏകദേശം ഒരു 60,000+ വേക്കൻസിക്കാണ് ഈ എക്സാംസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് വിളിക്കുന്നത്. ഇനി അതിൽ തന്നെ നമുക്കറിയാം, റിസർവ് ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വേക്കൻസീസ് ഒക്കെ ഒരുപാട് കൂടുതൽ വേക്കൻസീസ് കാണത്തില്ല. ബിക്കോസ് നമ്മുടെ സാധാരണ ബാങ്ക് പോലെ നമ്മുടെ RBI എന്ന് പറയുന്നത് എല്ലാ ജംഗ്ഷനിലും ഉള്ള ഒരു ബാങ്ക് അല്ല. നമുക്ക് അറിയാം, നമ്മുടെ RBI എന്ന് പറയുന്ന എല്ലാ സ്റ്റേറ്റിന്റെ ക്യാപിറ്റലിലോ സബ് ക്യാപിറ്റലിലോ മാത്രം വരുന്ന ഒരു ബാങ്കാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമ്മുടെ ഗ്രേഡ് ബി ഓഫീസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല പോസ്റ്റ് ആണ് എന്നാണ് പറയാം ബാങ്ക് എക്സാംസിലേക്ക് വരുമ്പോൾ. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് വരുമ്പം എന്തൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ഒരു RBI ഗ്രേഡ് ബി ഓഫീസർ വിളിക്കുന്ന സമയത്ത് നമുക്ക് RBI ഗ്രേഡ് ബി എന്ന് നമ്മൾ പറയുന്നെങ്കിലും ആക്ച്വലി അതിൻ്റെ അകത്ത് 3 കാറ്റഗറി ഓഫ് പോസ്റ്റിന് വേണ്ടിയാണ് വിളിക്കുന്നത്. RBI ഗ്രേഡ് ബി തന്നെ, പക്ഷെ അതിന്റെ കാറ്റഗറി എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആദ്യമേ വിളിക്കുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ജനറൽ. ഈ ജനറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഏതൊരു ഗ്രാജുവേഷൻ ഉള്ള ഒരാൾക്കും, ഏതെങ്കിലും ഒരു ബാച്ചുലർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉള്ള ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ നമ്മുടെ ഓഫീസർ ഓഫ് ഗ്രേഡ് ബി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ജനറൽ. ആ DR എന്ന് പറയുന്നത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് എന്നാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. RBI ഗ്രേഡ് ബി വിളിക്കുന്ന സമയത്ത് നമുക്കൊരു ടോട്ടൽ വേക്കൻസി നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും ആ ടോട്ടൽ വേക്കൻസിയിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 70 to 80% ഓഫ് ദ വേക്കൻസി, ഓൾമോസ്റ്റ് ഒരു 70% വേക്കൻസി കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് ആ ഒരു ജനറൽ എന്ന് പറയുന്ന കാറ്റഗറിയാണ് എടുക്കുന്നത്. ഈ ജനറൽ എന്ന് പറയുന്ന പോസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും നമ്മുടെ കാറ്റഗറി ഒരിക്കലും നമ്മുടെ അല്ലാത്ത കാറ്റഗറി അല്ല ഉദ്ദേശിക്കുന്നത്. ഈ പോസ്റ്റിലെ ജനറൽ എന്ന് പറയുന്ന കാറ്റഗറി. ഇനി ഇത് കൂടാതെ ഇതിന്റെ കൂടെ ആക്ച്വലി വേറെ 2 കാറ്റഗറി കൂടി വിളിക്കാറുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. യൂഷ്വലി അത് ആരും ശ്രദ്ധിക്കാറില്ല. ഇതിന്റെ കൂടെ വിളിക്കുന്ന വേറെ 2 കാറ്റഗറി കൂടി ചേർത്തിട്ടാണ് നമ്മൾ കേൾക്കുന്ന ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത്. സോ അതാണ് അടുത്ത ഓഫീസർ ഇൻ ഗ്രേഡ് ബി ഡയറക്ട് റിക്രൂട്ട്മെന്റ് DEPR എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് പോളിസി റിസർച്ച് എന്നുള്ളതാണ് അത് മീൻ ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് വേക്കൻസീസ് ഉണ്ടായിരിക്കും, ബട്ട് വളരെ കുറച്ച് വേക്കൻസീസ് ആയിരിക്കും അവിടെ വരുന്നത്. അത് യൂഷ്വലി വേക്കൻസീസ് 10 to 30 ഇടയ്ക്ക് മാത്രം വരുന്ന വളരെ ചെറിയ വേക്കൻസീസ് ആണ് അതെന്ന് പറയുന്നത്. അതിന്റെ അടുത്തത് ഓഫീസർ ഇൻ ഗ്രേഡ് ബി ഡയറക്ട് റിക്രൂട്ട്മെന്റ് DSIM ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ്. അപ്പൊ ആ ഒരു അവസാനത്തെ 2 പോസ്റ്റിലേക്ക് എക്സാം എഴുതണമെങ്കിൽ നമുക്ക് ചില സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. ഏതൊരാൾക്കും എഴുതാൻ പറ്റത്തില്ല. ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതിൽ പറയുന്ന ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നോക്കാം.
ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു പോസ്റ്റിലേക്ക് എഴുതാൻ പറ്റത്തുള്ളൂ, എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പൊ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതേപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു എക്സാം എപ്പോഴായിരിക്കും വിളിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. RBI ഗ്രേഡ് ബിയുടെ ഈ ഒരു ഓഫീസർ സ്കെയിൽ എക്സാം നമ്മൾ പറയുവാണെങ്കിൽ നേരത്തെയൊക്കെ ഇത് വിളിച്ചുകൊണ്ടിരുന്ന ഒരു ഏപ്രിൽ മെയ് ആ ഒരു സമയത്താണ് വിളിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി. പക്ഷേ ഇപ്പൊ ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സിൽ അതിന്റെ ഒരു ആ വിളിക്കുന്ന രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് വന്നു. ഇപ്പം നമ്മുടെ ലാസ്റ്റ് ഇയർ വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ 2024-25 നടന്ന റിക്രൂട്ട്മെന്റ് വെച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് ജൂലൈയിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. നേരത്തേക്ക് നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരുന്നത് March April വന്നുകൊണ്ടിരുന്നത് 2-3 വർഷം മുമ്പ്. പക്ഷെ അതിന് ശേഷം അത് പതുക്കെ ഷിഫ്റ്റ് ആയി നമ്മുടെ ഒരു ഇപ്പം ജൂലൈ ലാസ്റ്റോടാണ് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ആൻഡ് നമുക്ക് ഇതിന്റെ ഒരു എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് സെപ്റ്റംബറിലാണ് ഇതിന്റെ ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്തത്. ഇതിന്റെ പ്രിലിംസ് എക്സാം എല്ലാം സെപ്റ്റംബറിലും ഇതിന്റെ മെയിൻസ് എക്സാം ഒക്കെ ഒരു ഒക്ടോബറിലൊക്കെ ആയിട്ടാണ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ വർഷത്തെയും ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ ഏപ്രിലാണ്. സോ നമുക്ക് ഇതുവരെ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇതിന്റെ അപ്പം നോട്ടിഫിക്കേഷൻ ഇപ്പൊ കഴിഞ്ഞ വട്ടം നമുക്ക് അറിയാം, ഇപ്പൊ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. സോ ഉടനെ വിളിക്കത്തില്ല. ഡെഫിനറ്റ്ലി നമുക്ക് അടുത്ത ഈ ഒരു വർഷം 2025-26 റിക്രൂട്ട്മെന്റ് വരുവാണെങ്കിലും അത് വരാൻ പോകുന്ന ഉറപ്പായിട്ടും നമ്മുടെ ഈ പറയുന്ന സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയം ആകുമ്പോഴായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. സോ മോസ്റ്റ് പ്രോബ്ലി നമ്മൾ ലാസ്റ്റ് ഇയർ വെച്ച് തന്നെ പറയുവാണെങ്കിൽ നമുക്ക് ഒരു ജൂലൈ അവസാനത്തോടെ നോട്ടിഫിക്കേഷൻ വരുമായിരിക്കും. എക്സാം ഏകദേശം ഒരു സെപ്റ്റംബറിൽ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ നിങ്ങൾക്കൊരു 5 months ആണ് ആ ഒരു എക്സാമിന് വേണ്ടി വരുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് വരുന്ന അടുത്ത ഫ്യൂച്ചർ RBI ഗ്രേഡ് ബിക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം പഠിച്ച് തുടങ്ങിയവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു ലോങ് ടേം 1 year ഒക്കെ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നിങ്ങളുടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന ഡിഫറെന്റ് ബാങ്ക് എക്സാംസ് നിങ്ങൾക്കറിയാം, SBI ഉണ്ടായിരിക്കും, RRB ഉണ്ടായിരിക്കും, IPS ഉണ്ടായിരിക്കും, ഇൻഷുറൻസ് എക്സാംസ് ഉണ്ടായിരിക്കും. ഈ ഒരു എക്സാംസിനൊക്കെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾക്കറിയാം ഇതെല്ലാം നമുക്ക് ഒരു ജൂലൈ തൊട്ട് അങ്ങോട്ട് ഇനി കണ്ടക്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഈ ഒരു എക്സാംസിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഒരു ലോങ് ടേം ഫ്യൂച്ചർ ഗോൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു എക്സാം ആണ് നമ്മുടെ RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. നമ്മുടെ ബാങ്ക് എക്സാംസിൽ സിവിൽ സർവീസിനൊക്കെ പറയാൻ പറ്റുന്ന ബാങ്ക് എക്സാം കാറ്റഗറിയിൽ ഒരു സിവിൽ സർവീസ് ആണെന്ന് തന്നെ പറയും. ബിക്കോസ് ഇതിന്റെ രണ്ടാമത്തെ പേപ്പറൊക്കെ അതേപോലെ നമ്മുടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആംഗിളിൽ തന്നെയാണ് നടക്കുന്നത്. അത് കൂടാതെ ഇന്റർവ്യൂ ഉണ്ട്, വളരെ കുറച്ച് പോസ്റ്റ്, സിവിൽ സർവീസ് പോലെയൊക്കെ തന്നെ വളരെ കുറച്ച് പോസ്റ്റ്, ഈവൻ സിവിൽ സർവീസിനേക്കാളും പോസ്റ്റ് കുറവാണ് എന്ന് നമുക്ക് ഇവിടെ പറയാം. ആ ലെവലിൽ നടക്കുന്ന ഒരു എക്സാം ആണ് RBI ഗ്രേഡ് ബി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി ഈ ഒരു എക്സാം ഇപ്പൊ ഏകദേശം വിളിക്കാൻ സാധ്യത എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന ബാങ്ക് എക്സാംസിന്റെ കൂടെ ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുപോകുക വളരെ നല്ലതായിരിക്കും. ഒരു ഫ്യൂച്ചർ ഗോൾ, ഓക്കെ, ഒരു ലോങ് ടേം ഗോൾ. നമ്മൾ ഷോർട്ട് ടേം ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട്, ഉടനെ വരുന്ന RRB എക്സാം, IBPS എക്സാം, SBI എക്സാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അതല്ലാതെ ഒരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു എക്സാം ആണ് നിങ്ങളുടെ RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതിനുള്ള ഒരു സ്റ്റാർട്ടും മോട്ടിവേഷൻ കൂടി ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒരു എക്സാമിന്റെ ഡേറ്റ് ഒക്കെ ഏകദേശം എപ്പോഴായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ 3 കാറ്റഗറി എക്സാമിനെ കുറിച്ചും അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്രിലിംസ് എപ്പോഴാണ് നടന്നത്, അതിന്റെ ഒരു മെയിൻസ് എപ്പോഴാണ് നടന്നതെന്നുള്ളത് അടക്കം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ, എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് RBI ആണ്, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പോസ്റ്റ് നിങ്ങൾക്കറിയാം ഏതാന്നുള്ളത്, RBI ഗ്രേഡ് ബി. ഇനി നമുക്ക് വേക്കൻസീസ് നോക്കുവാണെങ്കിൽ, ലാസ്റ്റ് ഇയർ വേക്കൻസീസ് നോക്കുവാണെങ്കിൽ 94 വേക്കൻസിക്കാണ് ഇത് വിളിച്ചിരുന്നത്. 94. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെഫിനറ്റ്ലി RBI ഗ്രേഡ് ബി ഓഫീസറാണ്. നിങ്ങൾക്കറിയാം RBI അസിസ്റ്റന്റ് വിളിക്കുമ്പോൾ പോലും 500 വേക്കൻസിക്കാണ് വിളിക്കുന്നത്. ഗ്രേഡ് ബി ഓഫീസർ ആകുമ്പോൾ അതിന്റെ 1/5 പോലും കാണത്തില്ല, എന്നൊരു ഓഫീസർ സ്കെയില. അപ്പോൾ അവിടെ വേക്കൻസീസ് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, കുറവായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ RBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സ്റ്റേറ്റിന്റെ ക്യാപിറ്റലോ സബ് ക്യാപിറ്റലോ മാത്രമേ ഉള്ള ബാങ്ക്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന വേക്കൻസീസ് ഡെഫിനറ്റ്ലി കുറവായിരിക്കും. പക്ഷെ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് ഡെഫിനറ്റ്ലി പറയാം, ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിവിൽ സർവീസിന്റെ വേക്കൻസീസ് എന്ന് പറയുമ്പോൾ പോലും ഇതിനേക്കാളും കൂടുതലുണ്ടായിരിക്കും. അപ്പം ഈ ഒരു വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ കുറവാണെങ്കിൽ അതിന് അത്രയും വാല്യൂ കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി കൂടാതെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ് ഒക്കെ ഓൺലൈൻ ആണ്, ഓഫ്ലൈൻ പ്രോസസ് ഒന്നുമില്ല. എലിജിബിലിറ്റി എന്ന് പറയുന്ന ഗ്രാജുവേഷൻ ആണ്. ആൻഡ് ജനറൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഗ്രാജുവേഷൻ ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. എക്സാം 3 ഫേസിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. phase 1 ആൻഡ് phase 2 എക്സാം ഫേസും, ആൻഡ് മൂന്നാമത്തത് നമ്മുടെ ഇന്റർവ്യൂ ഫേസും ആണ് വരുന്നത്. ഇനി ഇതിന്റെ ഒരു സാലറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ബേസിക് പേ, ഓക്കെ, ബേസിക് പേ അലവൻസുകൾ ഒന്നും ചേർക്കാതുള്ള ബേസിക് പേ എന്ന് പറയുന്നത് 55,200 ആണ് ബേസിക് പേ. ഒരു അലവൻസും ചേർക്കാതുള്ള സാലറിയാണ് ഇത് ബേസിക് പേ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ അലവൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം നമ്മുടെ ഈ ഒരു സാലറി ഏകദേശം എത്രത്തോളം വരെ പോകും, എത്രത്തോളം കൈ കിട്ടും എന്നുള്ളത് നമുക്ക് മുമ്പിലോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. നമ്മുടെ പോസ്റ്റിംഗ് വരുന്നത് അക്രോസ് ഇന്ത്യ ആയിരിക്കും പോസ്റ്റിംഗ് നമുക്ക് അവിടെ വരുന്നത്.
ഇനി ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ, ഒന്ന് ഏജ് ലിമിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ 21 തൊട്ട് 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിലൊരു ഡൗട്ടും ഇല്ല. 30 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ അവിടെ പിന്നെയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം യൂഷ്വൽ റിലാക്സേഷൻ ഒക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം യൂഷ്വലി നമ്മുടെ OBC ക്ക് കിട്ടുന്ന 3 ഇയർ റിലാക്സേഷനും അതുപോലെ നമ്മുടെ SC/ST കിട്ടുന്ന 5 ഇയേഴ്സ് റിലാക്സേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഓൾറെഡി ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ ചില സ്പെഷ്യൽ കേസസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ സ്പെഷ്യൽ കേസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. നമുക്ക് ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ അതിൽ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റും, സാധാരണ നിങ്ങൾക്കറിയാം ഒരു ഏജ് ലിമിറ്റ് പറയുമ്പോൾ നോർമലി ഒരു ഏജ് ലിമിറ്റ് പറഞ്ഞങ്ങ് വിടുകയാണ് ചെയ്യുന്നത് ഏതൊരു എക്സാം ആണെങ്കിലും. പക്ഷെ ഇവിടെ ആക്ച്വലി 30 വയസ്സ് വരെയാണ് സാധാരണ എല്ലാവർക്കും ഉള്ള ഏജ് ലിമിറ്റ്. പക്ഷെ ദ അപ്പർ ഏജ് ലിമിറ്റ് ഫോർ കാൻഡിഡേറ്റ്സ് possessing MPhil and PhD qualification will be 32 and 34. അപ്പൊ അവിടെ എക്സ്ട്രാ ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട്. ഇപ്പൊ MPhil ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 അല്ല 32 വയസ്സ് വരെയും, അതുപോലെ PhD ഉള്ള ഒരാളാണെങ്കിൽ അയാളുടെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എവിടെ വരെ പോകാം, 34 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ ഇപ്പൊ ഓൾറെഡി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും അവർക്ക് അവിടെ എക്സ്ട്രാ 2 to 4 ഇയേഴ്സ് കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതും അറിഞ്ഞിരിക്കുക. ബിക്കോസ് ഇതൊക്കെ നോട്ടിഫിക്കേഷന്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കുന്ന ചില പോയിന്റ്സ് ആണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് അതുകൂടി ആഡ് ചെയ്തിട്ടുള്ളത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അപ്പോൾ അതാണ് ഏജ് ലിമിറ്റിനെ കുറിച്ചുള്ള ക്രൈറ്റീരിയ. നമുക്ക് ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അതിൻ്റെ അകത്തൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഡേറ്റിന് മുമ്പായിട്ട് ആ ഒരു ഡേറ്റ് ആയിരിക്കും നമുക്ക് എന്താ പറയാ ഒരു ഈ ഒരു ഏജ് ലിമിറ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡേറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് December 1 മുമ്പ് 30 വയസ്സ് വരെ എന്നൊക്കെയുള്ള രീതിയിൽ 30 വയസ്സിനേക്കാളും താഴെ ആയിരിക്കണം എന്നൊക്കെ ഒരു രീതിയിൽ ഒരു ഏജ് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ഡേറ്റ് വെച്ചായിരിക്കും നമ്മൾ ആ ഏജ് ചെക്ക് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത നിങ്ങൾക്കറിയാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ബാച്ചിലർ ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും ഈ ഒരു ജനറൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഇതിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായി അല്ലെങ്കിൽ നമ്മുടെ ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നാൽ മതി, അല്ലെങ്കിൽ ഇക്വാലന്റ് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വിത്ത് മിനിമം, ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, മിനിമം 60% മാർക്സ് എന്നൊരു ക്രൈറ്റീരിയ കൂടി അവിടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ബാച്ചിലർ ഡിഗ്രിയിൽ 60% മാർക്ക് നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം എന്നൊരു പോയിന്റ് കൂടി ഇവിടെ വരുന്നുണ്ട്. ഇത് കൂടാതെ പിന്നെ നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മിനിമം എന്ന് പറയുന്നത് 55% ആണ് പറയുന്നത്. ഇപ്പം ഗ്രാജുവേഷൻ ആണെങ്കിൽ 60-ഉം പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ 55-ഉം ആണ് നമുക്ക് അവിടെ പറയുന്നത്. ഇനി ഇത് കൂടാതെ ബാക്കിയുള്ള 2 പോസ്റ്റിനെ കുറിച്ചുകൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ ഗ്രേഡ് ബി വരുന്ന തന്നെ വേറെ 2 കാറ്റഗറി, അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ദാറ്റ് അതിന് ഒരിക്കലും നമുക്ക് ഈ വെറും ഗ്രാജുവേഷൻ ഉണ്ടായാൽ പോരാ, നമുക്ക് അവിടെ പറയുന്ന ചില സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഗ്രീസ് ഉണ്ട്, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഗ്രീസ് ഉണ്ട്. ആ ഡിഗ്രി തന്നെ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം എക്കണോമിക് ആൻഡ് പോളിസി റിസർച്ച് ആണെങ്കിൽ അവർക്ക് ഒരു വളരെ ഡീറ്റെയിൽഡ് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ആദ്യം തന്നെ പറയുന്ന ഒരു മെയിൻ ക്വാളിഫിക്കേഷൻ മാത്രം ഞാൻ ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും മാസ്റ്റർ ഡിഗ്രി ഇൻ എക്കണോമിക്സ്. നിങ്ങൾക്കറിയാം എക്കണോമിക്സ് ആൻഡ് പോളിസി റിസർച്ച് ആണ്. സോ മാസ്റ്റർ ഡിഗ്രി ഇൻ എക്കണോമിക്സ് അല്ലെങ്കിൽ ബാക്കി കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പിന്നെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും വായിച്ചു നോക്കാം അവിടുന്ന്. അതല്ല നമ്മുടെ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് ആണെങ്കിൽ അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ നമുക്ക് ബാക്കി കുറെ പോയിന്റ്സ് അവിടെ പറയുന്നുണ്ട്. അതും ഫ്രം എവിടെ നിന്ന് എന്നുള്ളത് കൂടി എടുത്ത് പറയുന്നുണ്ട്. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ വരുന്നുണ്ട്. സോ നിങ്ങൾക്കറിയാം ഇത് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അവിടെ പറയുന്ന ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഗ്രാജുവേഷൻ കഴിഞ്ഞ ഏതൊരാൾക്കും അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിയാനിരിക്കുന്ന ഏതൊരാൾക്കും, ഇപ്പം ഗ്രാജുവേഷനിൽ ചിലപ്പോൾ ഇപ്പം ഡിഗ്രി ലാസ്റ്റ് ഇയറോ തേർഡ് ഇയറോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഫ്യൂച്ചർ ഈ ഒരു ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നിങ്ങൾ അങ്ങനെയുള്ള എല്ലാവർക്കും ഇപ്പൊ ഗ്രാജുവേഷൻ കഴിഞ്ഞവരും ഗ്രാജുവേഷൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഫീ, എക്സാം വരുന്ന സമയത്ത് ഇതിന്റെ യൂഷ്വൽ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറലോ OBC ആണെങ്കിൽ 850 റുപ്പീസും പിന്നെ അതിന്റെ കൂടെ 18% GST കൂടി വരുന്നുണ്ട്. അതുപോലെ SC/ST PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ 100 റുപ്പീസും പ്ലസ് അതിന്റെ കൂടെ GST കൂടി വരുന്നുണ്ട്. പിന്നെ RBI തന്നെ സ്റ്റാഫ് ആണെങ്കിൽ ഇപ്പം RBI അസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്, അയാൾക്ക് ഈ പറഞ്ഞ RBI ഗ്രേഡ് ബിയുടെ എക്സാം ഒക്കെ എഴുതണം. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ നമുക്ക് ഫീ ഒന്നും വരുന്നില്ല, നില്ലാണ് അവിടെ ഫീ എന്ന് പറയുന്നത്. ഇനി ബാക്കി ഇമ്പോർട്ടന്റ് പോയിന്റ്സിലേക്ക് പോയി നമ്മൾ കുറച്ചുകൂടി എക്സാം
നെ കുറിച്ച് കോറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി അതിന്റെ ബേസിക് ലൈക് ക്വാളിഫിക്കേഷനും ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എക്സാമിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഫേസ് ആണെന്ന് പറയാം. ആദ്യത്തെ ഫേസ് 1 നമ്മുടെ പ്രിലിംസ് എക്സാം, രണ്ടാമത്തെ ഫേസ് 2 എന്ന് പറയുന്നത് നമ്മുടെ മെയിൻസ് എക്സാം. ഈ ഒരു പ്രിലിംസ് എക്സാം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. നമ്മുടെ യൂഷ്വൽ കാണുന്ന ഒരു യൂഷ്വൽ പാറ്റേൺ, യൂഷ്വൽ സിലബസിലൊക്കെ ഉള്ള ഒരു എക്സാം. പാറ്റേൺ കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷേ യൂഷ്വൽ സിലബസിലുള്ള എക്സാം നമുക്ക് പറയാം. നമ്മൾ സാധാരണ എപ്പോഴും കാണുന്ന അതേ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് അതൊക്കെ തന്നെയാണ് അവിടെ വരുന്നത്. പക്ഷേ നമ്മുടെ രണ്ടാമത്തെ പേപ്പർ ഫേസ് 2 ഒരിക്കലും നമ്മുടെ ബാക്കിയുള്ള ബാങ്ക് എക്സാംസ് പോലെ അല്ല. നമ്മുടെ ഈവൻ SBI PO അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ബാങ്ക് എക്സാംസിലെ PO ലെവൽ എടുത്താൽ പോലും ആ ഒരു പാറ്റേണിലെ അല്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേ അല്ല ഇവിടുത്തെ എക്സാം നടക്കുന്നത്. ഇവിടുത്തെ എക്സാം നടക്കുന്നത് കുറച്ചുകൂടി ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവ് കൂടി ചേർന്നിട്ടുള്ളതാണ്. അതും ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷിന്റെ ഒരു റൈറ്റിംഗോ അങ്ങനൊന്നും അല്ല. നമ്മുടെ SBI PO കാണുന്ന പോലത്തെ ഒരു essay റൈറ്റിംഗോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു കാര്യങ്ങളല്ല ഇവിടെ വരുന്നത്. ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയുക, സിവിൽ സർവീസ് നിങ്ങൾക്കറിയാം, ഒരു മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് അവിടെ കുറെ പേപ്പേഴ്സ് എഴുതാനുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട്. സോ കൈൻഡ് ഓഫ് ആ ഒരു രീതിയിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സാം അല്ലെങ്കിൽ പോലും അത്രയും പേപ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിലും അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സാം അല്ലെങ്കിൽ പോലും അവിടെ അത്യാവശ്യം ഈ പറയുന്ന എന്താ ഒരു പ്രോപ്പർ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ് ഈ നമ്മുടെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒബ്ജക്റ്റീവ് കുറച്ചുണ്ട്. ഒരു 2-3 സബ്ജക്റ്റിൽ 2 സബ്ജക്റ്റിൽ ഒരു 50% ഒബ്ജക്റ്റീവ് കൂടി വരുന്നുണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഇത് കൂടാതെ പിന്നെ ഇന്റർവ്യൂ വരുന്നുണ്ട്. ഇന്റർവ്യൂ ക്യാരി ചെയ്യുന്നത് ഒരു 50 മാർക്സ് ആണ് ഇന്റർവ്യൂ ക്യാരി ചെയ്യുന്നത്. ആൻഡ് ഇന്റർവ്യൂവിന് വേണ്ടി ഈ ഒരു സെക്കൻഡ് പേപ്പറിൽ ക്വാളിഫൈ ആവുന്നവർ എന്ന് പറഞ്ഞാൽ മെയിൻസ് എക്സാമിന് ക്വാളിഫൈ ആവുന്നവര് അവരായിരിക്കും ഇന്റർവ്യൂവിലേക്ക് പോകുന്നത്. നമ്മുടെ മെയിൻസ് ക്ലിയർ ചെയ്യുന്നവർ ഇന്റർവ്യൂവിലേക്ക് പോകും. ആൻഡ് ഇന്റർവ്യൂവിന് വരുമ്പോൾ 50 മാർക്സ് ആണ് അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഈ എക്സാമിന്റെ പാറ്റേൺ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. എക്സാമിന്റെ പാറ്റേണിലേക്ക് വരുമ്പോൾ ആദ്യമേ നമ്മുടെ പ്രിലിംസ് എക്സാം, നമ്മുടെ ഈ പറയുന്ന നമ്മൾ ലാസ്റ്റ് ഇയർ വെച്ച് പറയുകയാണെങ്കിൽ ജൂലൈയിൽ നോട്ടിഫിക്കേഷൻ വന്നു, August 25 വരെ നമ്മൾ അപ്ലൈ ചെയ്തു. അതിനുശേഷം അതിൽ നിന്ന് ഈ പറഞ്ഞ കാൻഡിഡേറ്റ്സിനെയൊക്കെ സോർട്ട് ചെയ്തിട്ട് അവർക്ക് ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നതിന് ശേഷം സെപ്റ്റംബറിൽ എക്സാം നടന്നു. അപ്പോൾ സെപ്റ്റംബറിൽ എക്സാം നടക്കുമ്പോൾ ആദ്യമേ പ്രിലിംസ് എക്സാം, ആ പ്രിലിംസ് എക്സാമിന്റെ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് അവിടെ 4 സബ്ജക്റ്റ് ആണ് വരുന്നത്. യൂഷ്വൽ ബാങ്ക് എക്സാമിന് നിങ്ങൾക്കറിയാം ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡും ഇംഗ്ലീഷും റീസണിങ്ങും കാണാറുണ്ട്. പക്ഷേ പ്രിലിംസ് എക്സാമിലേക്ക് വരുമ്പം ജനറൽ അവയർനെസ് യൂഷ്വൽ ബാങ്ക് എക്സാംസിന് കാണാറില്ല. അത് നിങ്ങൾക്ക് യൂഷ്വലി കാണുന്നത് നമ്മൾ മെയിൻസിനാണ് കാണുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇത് പ്രിലിംസിന് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഈ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ പ്രിലിംസിന് തന്നെ ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 200 ക്വസ്റ്റൻ ആണ്. നമുക്ക് പറയാം ബാക്കി ബാങ്ക് എക്സാംസ് ഒക്കെ എടുക്കുമ്പോൾ 100 ക്വസ്റ്റിന് 1 മണിക്കൂറൊക്കെയാണ് വരുന്നെങ്കിൽ ഇവിടെ 200 ക്വസ്റ്റ്യൻ ആണ്, 200 മാർക്കാണ്. ആൻഡ് 2 മണിക്കൂറിലാണ് എക്സാം നടക്കുന്നത്. സോ അതാണ് ഇവിടുത്തെ നമ്മുടെ RBI ഗ്രേഡ് ബിയുടെ പ്രിലിംസ് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ 4 സബ്ജക്റ്റ് ആണ് വരുന്നത്. ഇനി ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവർ അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് വേണ്ടി അതിന്റെ ഒരു സിലബസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവർ ഡെഫിനറ്റ്ലി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, നിങ്ങൾക്ക് അത് ഫ്യൂച്ചർ യൂസിന് വേണ്ടി. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിന്റെ ആ ഒരു ടോപ്പിക്സ് മൊത്തം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീസണിങ്ങിന്റെ ടോപ്പിക്സ് മൊത്തം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഫ്യൂച്ചർ പ്രിപ്പറേഷന് വേണ്ടി. ആൻഡ് ഫൈനലി ഇംഗ്ലീഷിന്റെ സിലബസ് നിങ്ങൾക്ക് അവിടെ കാണാം, അതും പ്രോപ്പർലി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മുടെ ജനറൽ അവയർനെസ്, നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂഷ്വൽ ബാങ്ക് എക്സാംസിന് പ്രിലിംസിനൊന്നും ഈ ജനറൽ അവയർനെസിന്റെ ഏരിയ പ്രിലിംസിലില്ല, മെയിൻസിനാണ് വരുന്നത്. പക്ഷെ ഇവിടെ നമുക്കത് പ്രിലിംസിന് തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതും പ്രോപ്പർലി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സും പിന്നെ ബാക്കിയുള്ള എക്കണോമിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തും ബാങ്കിങ് ടേംസുമായിട്ട് റിലേറ്റ് ചെയ്തും ഫിനാൻസ് റിലേറ്റ് ചെയ്തും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അവയർനെസ്, ഫിനാൻഷ്യൽ അഫയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് അവിടെ ബാക്കി വരുന്നത്. ഗവൺമെന്റ് സ്കീംസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അവിടെ അഗെയിൻ നിങ്ങൾക്ക് പ്രോപ്പർലി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞ മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു സാധാരണ നമ്മൾ ബാങ്ക് എക്സാംസിന് കാണുന്ന പോലെ രണ്ടാമത്തെ ഒരു മെയിൻസ് എക്സാം, ഒരു 2-2.5 മണിക്കൂറുടെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് കുറെ സബ്ജക്ട് ചേർന്നിട്ടുള്ള ഒറ്റ ഒരു സിംഗിൾ എക്സാം, അതല്ല നമ്മുടെ ഇവിടെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. ഇവിടെ മെയിൻസ് എക്സാം കുറച്ച് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മെയിൻസ് എക്സാമിന്റെ നമ്മുടെ ആദ്യത്തെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതിന്റെ മെയിൻസ് എക്സാമിന്റെ പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള 2 കാറ്റഗറി പോസ്റ്റ് ഉണ്ട്, അതിന്റെ മെയിൻസിന്റെ പാറ്റേൺ ഇതല്ല, അത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. നമ്മളിപ്പോൾ എല്ലാവരും എഴുതാൻ പറ്റുന്ന എക്സാമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ മെയിൻസ് നിങ്ങൾ കാണാൻ പറ്റും, ഇവിടെ ഏതെങ്കിലും ഒരു എക്സാം അല്ല, ഇവിടെ ഒരു 3 പേപ്പർ ആയിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യമേ പേപ്പർ 1 നമുക്ക് എക്കണോമിക്സും സോഷ്യൽ ഇഷ്യൂസിന്റെ മേളിലാണ്. അതിൽ 50% ഒബ്ജക്റ്റീവും 50% ഡിസ്ക്രിപ്റ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോഴും നമ്മൾ എഴുതുമല്ല, കീബോർഡ് കൊണ്ട് ടൈപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ 50 മാർക്സ് ആണ് നമ്മുടെ ഒബ്ജക്റ്റീവിന്, 50 മാർക്സ് ആണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവിന്, മൊത്തം 100 മാർക്സ്. നമുക്ക് മൊത്തം കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 120
മിനിറ്റ്സ് ആണ് നമുക്കവിടെ ഈ ഒരു ഏരിയ മാത്രം എഴുതാൻ വേണ്ടി കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയാം. അതിൽ ഡിസ്ക്രിപ്റ്റീവിന് നിങ്ങൾക്ക് 1.5 മണിക്കൂർ കിട്ടുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് അവിടെ 1/2 മണിക്കൂർ 30 മിനിറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, അവിടെ ഹാഫ് ആൻ അവർ കിട്ടുന്നുണ്ട് ഒബ്ജക്റ്റീവിന്, ആൻഡ് ഡിസ്ക്രിപ്റ്റീവിന് 1.5 മണിക്കൂറാണ് കിട്ടുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. അവിടെ റൈറ്റിംഗ് സ്കിൽസ് ആണ് ചെക്ക് ചെയ്യുന്നത്. അവിടെ ഡിസ്ക്രിപ്റ്റീവിടെ ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ടോട്ടൽ 100 മാർക്സ് ആണ് അവിടെ ക്യാരി ചെയ്യുന്നത്. അതിന് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 90 മിനിറ്റ് ആണ് അവിടെ വരുന്നത്. അതാണ് രണ്ടാമത്തെ പേപ്പറുടെ എക്സാം എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ തീർന്നിട്ടില്ല, മൂന്നാമത്തെ ഒരു പേപ്പർ കൂടി ഉണ്ട്. പേപ്പർ 3 എന്ന് പറയുന്നത് ഫിനാൻസും മാനേജ്മെന്റിന്റെയും മേളിലാണ്. അപ്പൊ അവിടെയും 50% ഡിസ്ക്രിപ്റ്റീവും 50% ഒബ്ജക്റ്റീവും ആണ്. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെ. 50 വെച്ചാണ് മൊത്തം 100 മാർക്കും 2 മണിക്കൂറിലാണ് നമുക്ക് ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 3 പേപ്പേഴ്സ് നമ്മളിവിടെ എഴുതാനുണ്ട് ഈ ഒരു മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോൾ. അതിന്റെ ഒരു മാർക്ക് എങ്ങനെയാണ്, ടൈം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടു. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലർക്കും അറിയാത്ത, പലരും ശ്രദ്ധിക്കാതെ വിട്ടുകളയുന്ന ചില ഫാക്ട്സ് നമുക്ക് നോക്കാം. ഒന്ന്, ഈ ഒരു ബാങ്ക് എക്സാം, നമ്മുടെ ഈ ഒരു RBI ഗ്രേഡ് ബി എക്സാം നമുക്ക് എത്ര തവണ വേണമെങ്കിലും എഴുതാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് ഇതിന്റെ ഒരു എങ്ങനെയാണ് ഇതിന്റെ അറ്റംപ്റ്റ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് അവിടെ ഈ അറ്റംപ്റ്റിന് ഒരു ലിമിറ്റ് ഉണ്ട്. അവർക്ക് 6 തവണ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് ഒരു 6 വട്ടേ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ റാൻഡം ആയിട്ട് പോയി എഴുതുന്നതിന് പകരം നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ ഇത് അറ്റംപ്റ്റ് കൊടുക്കുക. അല്ല ചുമ്മാ പോയി ഒന്ന് എഴുതി നോക്കിയേക്കാം എന്ന് വിചാരിക്കല്ല. നിങ്ങൾ നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാൻ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾ ആ ഒരു എക്സാമിന് പോകാവൂ. അല്ലെങ്കിൽ നിങ്ങൾ ആ ചാൻസ് മിസ്സാക്കരുത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾ അപ്പിയർ ചെയ്താൽ മാത്രമേ അതിനൊരു ചാൻസ് ആയിട്ട് എടുക്കത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തു പക്ഷേ എക്സാമിന് പോയില്ലെങ്കിൽ നിങ്ങൾ അതൊരു ചാൻസ് ആയിട്ട് എടുക്കത്തില്ല. നിങ്ങളത് എന്താ പറയാ, ഒരു അറ്റംപ്റ്റ് ആയിട്ട് എടുക്കത്തില്ല. നിങ്ങളത് എക്സാമിന് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ, ക്യാൻ ടു അപ്പിയർ ഫോർ RBI ഗ്രേഡ് ബി, നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എക്സാമിന് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതൊരു അറ്റംപ്റ്റ് ആയിട്ട് എടുക്കത്തുള്ളൂ. പക്ഷെ അതേ സ്ഥലത്ത് SC ST അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അവിടെ ലിമിറ്റ് ഒന്നും വരുന്നില്ല. അവർക്ക് എത്ര തവണ വേണമെങ്കിലും ഈ ഒരു എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ് വരുന്നത്. പക്ഷേ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 6 തവണ എന്നൊരു അറ്റംപ്റ്റ് ലിമിറ്റ് ഉണ്ട് അവിടെ. ഇനി വളരെ ഇമ്പോർട്ടന്റും ഈ ഒരു പോസ്റ്റ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് നമ്മുടെ ഇതിന്റെ സാലറി എന്ന് പറയുന്നത്. നമ്മുടെ ബാങ്ക് എക്സാംസിൽ തന്നെ ഏറ്റവും കൂടിയ സാലറി ഉള്ള ഒരു പോസ്റ്റ് ആണ് നമ്മുടെ ഈ RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. അപ്പൊ സാലറിയെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞൊരു കാര്യമുണ്ട്. ബേസിക് പേ നമ്മുടെ 55,200 ആണ്. അലവൻസുകൾ ഒന്നും ചേരാതെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ 55,200. എന്നിട്ട് എങ്ങനെയാണ് ഈ സാലറിയിൽ ഇൻക്രീസ് വരുന്നതെന്ന് കൂടി പറഞ്ഞുതരാം. ഇൻക്രീസ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അതിനുശേഷം ഓരോ വർഷവും അടുത്ത 9 വർഷം നിങ്ങൾക്ക് 2,850 റുപ്പീസ് വെച്ച് നിങ്ങൾക്ക് ആഡ് ആയിക്കൊണ്ടേയിരിക്കും. ഓരോ വർഷവും ആഡ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 9 വർഷം ആഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ഇയർ നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ ഈ സാലറി കിട്ടി, അടുത്ത വർഷം തൊട്ട് ഇത് ആഡ് ആയി തുടങ്ങും. അങ്ങനെ 9 വർഷം ആഡ് ആവും. ഇപ്പം കൈൻഡ് ഓഫ് ഒരു 10 വർഷം ആംഗിൾ പിടിച്ചു. അപ്പോൾ 10 വർഷം ആകുമ്പോഴത്തേനും നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് എവിടെ എത്തും? 80,850 റുപ്പീസിലെത്തും. എല്ലാ വർഷവും 2,850 റുപ്പീസ് വെച്ച് ഇൻക്രിമെന്റ് വന്നുകൊണ്ടേയിരിക്കും. ഒരു കോൺസ്റ്റന്റ് ഇൻക്രിമെന്റ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ 80,850 റുപ്പീസിൽ നിങ്ങളുടെ സാലറി എത്തും ഏകദേശം ഒരു 10 വർഷം കഴിയുമ്പോൾ. അതിനുശേഷം നിങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് ബാൻഡിലെത്തും. നിങ്ങളുടെ ഈ സാലറി ഒരു എക്സിക്യൂട്ടീവ് ബാൻഡിലെത്തും. അത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് അടുത്ത 2 വർഷം നിങ്ങളുടെ സാലറി വീണ്ടും ഒരു 2,850 റുപ്പീസ് കൂടും. അങ്ങനെ കൂടുമ്പോഴത്തേന് പിന്നെയും ഒരു 2 വർഷം കൂടി കഴിയുമ്പം നിങ്ങളുടെ സാലറി എന്ന് പറഞ്ഞാൽ ഒരു 12 വർഷം ആകുമ്പോഴത്തേന് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ബേസിക് പേ ആണ് പറയുന്നത്. ഇതിനോട് അലവൻസുകൾ 1 രൂപ പോലും ചേർക്കാതാണ് പറയുന്നത് 86,550 റുപ്പീസിലെത്തും. അതിനുശേഷം പിന്നെ അടുത്ത 4 വർഷം നിങ്ങൾക്ക് ഓരോ വർഷവും 3,300 റുപ്പീസ് വെച്ചായിരിക്കും ഇൻക്രീസ് വരാൻ പോകുന്നത്. ഓരോ വർഷവും 3,300 റുപ്പീസ് വെച്ച് അങ്ങനെ അടുത്ത 4 വർഷം ഇൻക്രിമെന്റ് വരും. അങ്ങനെ അടുത്ത 4 വർഷം ഇൻക്രിമെന്റ് വന്നാൽ നിങ്ങളുടെ സാലറി അഗെയിൻ എന്ത് ചെയ്യും? ഈ പറയുന്ന 4 × 3,300 ആഡ് ആകുമ്പോഴത്തേന്ന് നിങ്ങളുടെ സാലറി 99,750 റുപ്പീസിലെത്തും 16 വർഷം കൊണ്ട്. അടുത്ത 4 വർഷം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം 12 × 16 വർഷമാവും. അപ്പൊ ആ 16 വർഷം ആകുമ്പോഴത്തേന്ന് നിങ്ങളുടെ സാലറി 99,750 റുപ്പീസ് എത്തും. ഒരു അലവൻസുകളും ചേർക്കാതെ, ഒരു പ്രൊമോഷന്റെ ബെനിഫിറ്റ്സും ചേർക്കാതെ, ഒരു പ്രൊമോഷന്റെയും ബെനിഫിറ്റ്സ് ചേർക്കാതെ മാത്രം നിങ്ങളുടെ ഒരു യൂഷ്വൽ മുമ്പിലോട്ടുള്ള ഹൈക്ക് മാത്രമാണ് ഈ കാര്യം പറയുന്നത്. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ട്, ഒരുപാട് അലവൻസുകളുണ്ട്. ലൈക്ക് മൾട്ടിപ്പിൾ അലവൻസുകൾ അവിടെ വരുന്നത്. ലൈക്ക് ഡിയറൻസ് അലവൻസ് ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്, ഫാമിലി അലവൻസ് ഉണ്ട്, ടെലിഫോൺ അലവൻസ് ഉണ്ട്, കൺവെയൻസ് അലവൻസ് ഉണ്ട്, നിങ്ങളെ
റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഉള്ള അലവൻസുകളുണ്ട്. ഇങ്ങനെ വേറെയും ഒരുപാട് അലവൻസുകളുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ഒരു പിക്ചർ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം. നിങ്ങളെ സ്റ്റാർട്ടിംഗ് സാലറിയുടെ ഏറ്റവും ബേസിക് പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബേസിക് പേ എത്ര ആയിരിക്കും? 55,200 ആയിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരുപാട് അലവൻസുകൾ ചേരും. നിങ്ങൾ കാണാൻ പറ്റും അവിടെ വരുന്ന അലവൻസുകൾ. ഗ്രേഡ് അലവൻസ് ഉണ്ട്, ഡിയറൻസ് അലവൻസ്, ഹൗസിംഗ് അലവൻസ്, വേറെ പല രീതിയിലുള്ള ഇൻസെന്റീവ്സ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ റീലൊക്കേറ്റ് ഒക്കെ ആവുകയാണെങ്കിൽ അതിന് വേറെയും ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പൊ കാണുന്നത് അത് കൂടാതെ തന്നെ വേറെയും ഉണ്ട്. സോ ഈ അലവൻസുകളെല്ലാം കൂടി ചേരുമ്പോൾ നിങ്ങളുടെ സാലറി നോക്കിക്കേ. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 1,08,404 റുപ്പീസ് ആവും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ല, തുടക്കത്തിൽ 55,200 ആണ് സാലറി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ബേസിക് പേ ആണ്, ഒരു അലവൻസും ചേർക്കാതെ എന്ന് പറഞ്ഞാൽ. ഈ അലവൻസുകളെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ തന്നെ സാലറി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1,08,404 റുപ്പീസ് ആയിരിക്കും. ഇനി ഇതിന്റെ കൂടാണ് നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞ ആ ഇൻക്രിമെന്റ് എല്ലാം പറഞ്ഞ പ്രൊമോഷൻസ് ഒന്നും ഇല്ലാതെ യൂഷ്വൽ വരുന്ന ഇൻക്രിമെന്റ്സ് ആണ് നമ്മൾ ആ പറഞ്ഞത്. വളരെ നോർമൽ ആയിട്ട് നമ്മുടെ സാലറിയിൽ വരാൻ പോകുന്ന ഇൻക്രിമെന്റ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ സാലറി. പിന്നെ ഇത് കൂടാതെ ആക്ച്വലി അവിടെ ചില ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ PF അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഏകദേശം എല്ലാം കൂടി ഡിഡക്ഷൻസ് എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ എന്റെ ഓർമ്മ അനുസരിച്ചാണെങ്കിൽ സംതിങ് അറൌണ്ട് ഒരു 26,000 റുപ്പീസ് ഏകദേശം ഡിഡക്ഷൻസിന്റെ അകത്ത് എല്ലാം കൂടി പോകും. ഇപ്പൊ PF അങ്ങനെയുള്ള പിന്നെ നമുക്ക് ഫ്യൂച്ചർ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. സോ അതിനെല്ലാം കൂടി കുറെ എമൗണ്ട്, ഈ ഒരു ഏകദേശം ഒരു 26,000 റുപ്പീസ് ഇതിൽ നിന്ന് നമ്മുടെ ഈ പറഞ്ഞ ഡിഡക്ഷൻസ് ആയി പോകും. പക്ഷെ എന്നാലും നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി, ഓക്കെ, ഫസ്റ്റ് ഇയർ തന്നെ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി അലവൻസുകളോട് ചേർത്ത് ഈ ഡിഡക്ഷൻസ് പോയാൽ പോലും ഏകദേശം എത്ര കാണും? ഒരു 82,000 83,000 റുപ്പീസ് എന്തായാലും നിങ്ങൾക്ക് അവിടെ സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് എന്തായാലും ഈ ഒരു ഫസ്റ്റ് ഇയർ തന്നെ ഈ ഒരു എമൗണ്ട് വരും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതല്ല ഇമ്പോർട്ടന്റ്, ഇത് കൂടാതെ വേറെയും ഒരുപാട് അലവൻസുകളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ബിസൈഡ് ദി ബേസിക് പേ RBI ഗ്രേഡ് ബി ഓഫീസർ ഓഫേർഡ് സെവറൽ അതർ പെർക്സ് ആൻഡ് അലവൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഉള്ള സാലറി കൂടാതെ വരുന്ന ഒരുപാട് പെർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അഡീഷണൽ ബെനിഫിറ്റ്സും ഉണ്ട് ഇതിൽ. ഇപ്പൊ നമ്മൾ കണ്ട കുറെ ബെനിഫിറ്റ്സ് കണ്ടു, നമ്മൾ കുറെ അലവൻസുകൾ കണ്ടു. ഇത് അലവൻസുകൾ അല്ലാതെ വേറെയും കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിയറൻസ് അലവൻസും ലോക്കൽ അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്. ഈ ഹൗസ് റെന്റ് അലവൻസ് തന്നെ offers them a amount of 70,000 for settlement in metro cities like Mumbai. മുംബൈയിലൊക്കെ സെറ്റിൽ ആകുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ആ ഒരു എന്താ പറയാ, റീലൊക്കേറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഒരു അലവൻസ് എന്ന് പറയുന്നത് തന്നെ 70,000 റുപ്പീസ് ആണ് അലവൻസ് ആയിട്ട് നമുക്ക് അവിടെ ആ സെറ്റിൽമെന്റിന് വേണ്ടി നമുക്ക് കിട്ടുന്നത്. ഇത് കൂടാതെ നമുക്ക് ഒരു 2 to 3 BHK ഫ്ലാറ്റ് ആണ് അവിടെ കിട്ടുന്നത്. ഫോർ ദോസ് എംപ്ലോയീസ് ഹു ഹാഡ് നോട്ട് ഗോട്ട് എനി ഫ്ലാറ്റ്, ആ ഒരു യൂഷ്വലി ഒരു 2 to 3 BHK ഫ്ലാറ്റ് ആണ് കിട്ടുന്നത്. ഈ ഒരു അലവൻസ് ഇല്ല ഫ്ലാറ്റ് ആണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നല്ലൊരു ഫ്ലാറ്റ് ആയിരിക്കും, 2 to 3 BHK ഫ്ലാറ്റ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാമിലി അലവൻസ് ഉണ്ട്, ഗ്രേഡ് പേ അലവൻസ് ഉണ്ട്, നമ്മുടെ സ്പെഷ്യൽ അലവൻസ് ഉണ്ട്. ഇത് കൂടാതെ പിന്നെ വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ പറയാത്ത ചില കാര്യങ്ങളാണ് മെഡിക്കൽ അലവൻസുകൾ. ഓക്കെ, മെഡിക്കൽ അലവൻസ് എന്ന് പറയുമ്പോഴും ഇത് പറയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ചില അലവൻസുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ കൺവെയൻസ് അലവൻസ് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ മുംബൈ തന്നെ ലൊക്കേറ്റ് ആവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന 14,000 ഇതിനു വേണ്ടി മാത്രം കിട്ടുന്നുണ്ട്. ഫോർ the aspirants who will be posted in Mumbai will get an additional 14,000 in hand. ഓക്കെ, കൺവെയൻസ് അലവൻസ് ആയിട്ട്. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞത്. ഈ പറഞ്ഞത് കൂടാതെ പിന്നെയും വരുന്ന കുറെ അലവൻസുകളുണ്ട്. ഓക്കെ, പിന്നെ അതുകൂടാതെ നിങ്ങൾക്കറിയാം ലോൺ ഫെസിലിറ്റീസ് വരുന്നുണ്ട്. ഏറ്റവും ചീപ്പർ റേറ്റ്സിൽ നിങ്ങൾക്ക് അവിടെ RBI ലോൺസ് കിട്ടും, നിങ്ങൾ ആസ് എ പാർട്ട് ഓഫ് RBI വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ. പിന്നെ അതുകൂടാതെ എഡ്യൂക്കേഷണൽ അലവൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും 4,000 പെർ മന്ത് എഡ്യൂക്കേഷണൽ അലവൻസ് ഉണ്ട്. സോ ഇങ്ങനെ വേറെയും ഒരുപാട് അലവൻസുകളുണ്ട്. ഓക്കെ, ഇത് കൂടാതെ ഇന്റർനാഷണൽ ട്രിപ്സും അങ്ങനെയൊക്കെ വേറെ ചില കാര്യങ്ങൾ കൂടി അവിടെ വരുന്നുണ്ട്. അതിന്റെയൊക്കെ റീഎംബേഴ്സ്മെന്റ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടി അവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് അലവൻസുകളും കാര്യങ്ങളാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ എക്സാമിന്റെ പാറ്റേണും അതേപോലത്തെ കാര്യങ്ങളും. ഇനി നമുക്ക് ഈ ഒരു സെഷൻ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പോസ്റ്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് വരുന്ന പ്രൊമോഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ ഓൾറെഡി സാലറിയിൽ വരുന്ന ഹൈക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒരു പ്രൊമോഷനും ഇല്ലാതെ, ഒരു സിംഗിൾ പ്രൊമോഷൻ പോലും ഇല്ലാതെ ചുമ്മാ RBI ഗ്രേഡ് ബി ആയിട്ട് വർക്ക് ചെയ്താൽ പോലും നമുക്ക് സാലറിയിൽ വരുന്ന ഇൻക്രീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതല്ലാതെ നമുക്ക് അവിടെ വരുന്ന ഗ്രോത്തും പ്രൊമോഷൻസും നോക്കുകയാണെങ്കിൽ, ഇപ്പം ഒരു അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അവിടെ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, പിന്നെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ചീഫ് ജനറൽ മാനേജർ, പ്രിൻസിപ്പൽ ചീഫ് ജനറൽ മാനേജർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഗവർണർ ആൻഡ് ഗവർണർ വരെ ആകാനുള്ള, ഒരു RBI ഗവർണർ വരെ ആകാനുള്ള
ഒരു എന്താ പറയുക ഗ്രോത്ത് പോസിബിലിറ്റീസ് ആണ് അവിടെ ഉള്ളത്. ഇപ്പൊ RBI ഗ്രേഡ് ബി ആയിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവരും RBI ഗവർണർ ആവും എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ വരുമ്പോഴത്തേന്ന് നമുക്ക് ആ ഒരു പ്രൊമോഷൻസ് വരുമ്പോൾ അവിടെ പല ഫാക്ടേഴ്സും ഡെഫിനറ്റ്ലി അവിടെ റിഫ്ലക്ട് ചെയ്യും. നമ്മുടെ ആ ഒരു എന്താ പറയാ നമ്മുടെ ട്രാക്ക് റെക്കോർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ റിഫ്ലക്ട് ചെയ്യും. പക്ഷെ ഈ പറയുന്ന ഒരാൾ വളരെ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ RBI ഗവർണർ വരെ ആകാൻ പറ്റുന്ന രീതിയിലുള്ള ലെവൽ ഓഫ് ഒരു പ്രൊമോഷൻസ് ആൻഡ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ആണ് ഈ പോസ്റ്റ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു RBI ഗ്രേഡ് ബി എക്സാമിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ഐഡിയ ഇപ്പൊ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പം വളരെ എന്താ പറയാ ഒരുപാട് നിങ്ങൾക്കറിയാം സാധാരണ ബാങ്ക് എക്സാംസ് എഴുതുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. പക്ഷെ ആ ഒരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ RBI ഗ്രേഡ് ബിയുടെ എക്സാംസ് എഴുതുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു IBPSന്റെ എക്സാം എടുക്കുകയാണെങ്കിൽ അവിടെ എഴുതുന്ന കാൻഡിഡേറ്റ്സ് എത്രയാണോ അതിന്റെ ഒരു 1/4 ഓഫ് ദ കാൻഡിഡേറ്റ്സ് പോലും നമ്മുടെ ഈ RBI ഗ്രേഡ് ബി എക്സാം എഴുതുന്നില്ല എന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക്. കോമ്പറ്റീഷനിൽ അത്രയും വ്യത്യാസമുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി അവിടെ വേക്കൻസീസും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമുക്കറിയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് നിങ്ങൾ ഒരിക്കലും ഇത് മാത്രം എന്നൊരു ആംഗിളിൽ ഒരിക്കലും ഫോക്കസ് ചെയ്യല്ല. നിങ്ങൾ ഡെഫിനറ്റ്ലി അങ്ങനെ ഫോക്കസ് ചെയ്യാൻ എപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ബാങ്കിൽ ജോലി കിട്ടി, നിങ്ങളൊരു SBI ക്ലർക്കോ SBI PO ആയിട്ട് ജോലി കിട്ടി, ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അതിനേക്കാളും വലിയൊരു ഗ്രോത്ത് വേണം, അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം, പിന്നെ നിങ്ങൾക്കറിയാം വേറെ ഫോക്കസ് ചെയ്യാനൊന്നുമില്ല, നമ്മുടെ മുമ്പിൽ ഇതേ ഉള്ളൂ. അപ്പൊ അവർക്കൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരുടെ വർക്ക് കൂടാതെ ഇതൊക്കെ ഫോക്കസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. പക്ഷെ അതല്ലാതെ ഇപ്പൊ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ, ഓക്കെ, ഇപ്പൊ പാസ് ഔട്ട് ആവുന്നവർ ഇപ്പം തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാംസിന് വേണ്ടി ഒരു ലോങ് ടേം ആംഗിളിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നിങ്ങൾ ബാക്കി എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുക, പക്ഷെ അതിന്റെ കൂടെ ഈ ഒരു എക്സാം ഒരു ലോങ് ടേം ഗോൾ ആയിട്ട് കീപ്പ് ചെയ്യുക. ഷോർട്ട് ടേം ഗോൾസ് കൂടാതെ ലോങ് ടേം ഗോൾ ആയിട്ട് ഡെഫിനറ്റ്ലി വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് ഫ്യൂച്ചറിൽ വരുന്ന സമയത്ത് ഒരിക്കലും മിസ്സാക്കില്ല. പക്ഷെ ഒരു നല്ല പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സാംസിനെ കുറിച്ച് പറഞ്ഞ ഈ ഒരു RBI ഗ്രേഡ് ബി പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞതും RBI അസിനെ കുറിച്ച് പറഞ്ഞതൊക്കെ തന്നെ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ പ്രിപ്പറേഷന് വേണ്ടി ഒരു മോട്ടിവേഷൻ ഒരു സ്റ്റാർട്ട് ആകട്ടെ ഇത്. നിങ്ങൾക്ക് അറിയാവുന്ന വേറെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഓക്കെ ഇതിന്റെയൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഒക്കെ കിട്ടിയതിന് ശേഷം അവർക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റും. ഓക്കെ, അപ്പൊ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇത് മാത്രമല്ല, ഈവൻ വേറെ ബാങ്ക് എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ ലൈക്ക് വരാൻ പോകുന്ന RRB IBPS SBI പോലത്തെ ഫ്യൂച്ചർ ഓക്കെ നടക്കാൻ പോകുന്ന എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരൊക്കെയാണ്, നിങ്ങൾക്ക് ഒരു ബാച്ചിന്റെ കൂടെ ഒക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ വരാൻ പോകുന്ന എക്സാംസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസിനെ കുറിച്ച് അറിയണം, മനസ്സിലാക്കി പഠിച്ചു തുടങ്ങണം, ബാച്ചിന്റെ കൂടെ ഒക്കെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങണം, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾക്ക് ബാച്ചസിന്റെ കൂടെ ഒക്കെ ചേർന്ന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം ഫ്യൂച്ചറിൽ വരുന്ന നമ്മുടെ RRB IBPS SBI എക്സാംസിനൊക്കെ വേണ്ടി. ഓക്കെ, അതിന്റെ ഡെഫിനറ്റ്ലി RBI എക്സാംസ് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗോളായിട്ട് പേഴ്സണൽ ഫ്യൂച്ചർ ഗോളായിട്ട് തന്നെ സെറ്റ് ചെയ്ത് ഇപ്പം തൊട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കുറച്ച് ചെറിയ സമയം അതിനുവേണ്ടി മാറ്റി വെക്കാൻ ശ്രമിക്കുക. ഫ്യൂച്ചറിൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണം. അടുത്തൊരു 1 ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു RBI എക്സാംസ് വരുന്ന അടുത്ത വർഷം വരുമ്പോൾ, അല്ലെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബർ നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബറിലേക്ക് നിങ്ങൾക്ക് അത് നോക്കി തുടങ്ങാം. അതല്ല ഫ്യൂച്ചറിൽ ഇപ്പം ജസ്റ്റ് തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ അടുത്ത വർഷം ഈ RBI ഗ്രേഡ് ബി എക്സാം എനിക്ക് എന്തായാലും ക്ലിയർ ചെയ്യണം എന്നുള്ള ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ഇപ്പം കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോംസിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് കോൾ ബാക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടുന്ന് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ. സോ ഐ ഹോപ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും, ഓക്കെ, ഈ ഒരു എക്സാമിന് വേണ്ടിയല്ല വേറെ ബാങ്ക് എക്സാംസിന് വേണ്ടിയും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഫ്യൂച്ചറിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്ത് വരുന്ന എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം ഫ്യൂച്ചറിൽ. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എക്സാംസിനെ കുറിച്ചൊക്കെ അറിയാനും മിസ് ആവാതിരിക്കാൻ വേണ്ടി, എസ്പെഷ്യലി ആദ്യമായിട്ടൊക്കെ പഠിച്ചു തുടങ്ങിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക, ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ മിസ് ആവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസും അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.